അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടു. നമ്മുടെ വാഗമൺ ഇടുക്കി കമ്പം ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കിട്ടോ. അങ്ങനെ വണ്ടീനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് റെഡിയായി ലഗേജ് ഒക്കെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി സെറ്റാക്കി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വണ്ടി എടുത്ത് നേരെ വിട്ടു. നമ്മളിനി എങ്ങോട്ട് പോണേ? അപ്പൊ നമ്മളിനി മുന്തിരിത്തോട്ടം കാണാനായിട്ട് കമ്പത്തേക്കാണ് പോണത്. പോണ വഴിക്ക് ഏലപ്പാറ കഴിഞ്ഞപ്പോ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടിക്കാനം എത്തിയപ്പോഴേക്കും നല്ല രീതിക്കുള്ള കോട ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞിട്ടുള്ളൂ. കുട്ടിക്കാനം വഴിയൊക്കെ പോകുമ്പോൾ മിക്ക സമയങ്ങളിലും ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. കുമളി ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കമ്പത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. വഴിയിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. പോണ വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലെത്തി വണ്ടി ഒതുക്കിയിട്ട് നിന്നപ്പോഴാണ് ഓടക്കാലിക്കാരുടെ റെഡ് ബുള്ള് ബസ് തന്നെ കണ്ടത്. അതിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വടക്കനേത്തി ഫാമിലി ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ അമീൻ ഷായും നുഹൈസും മമ്മും. ഇവരും ഇവരുടെ ഫാമിലിയാണ് ഈ വണ്ടിയിൽ വന്നത്. ഇവിടെ കുറെ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. നമ്മൾ കയറിയത് MSRലാണ്. ഇവിടെ മുന്തിരിത്തോട്ടത്തിന് കുറവ് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും കുറെ ആക്ടിവിറ്റീസും ചെടികളും ചരിത്രങ്ങളും മുല്ലപ്പെരിയാർ ഡാമിന്റെ മാതൃകയൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുന്തിരി കായ്ക്കുന്നതിനായിട്ട് സീസണോ ഓഫ് സീസണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് സമയത്ത് വന്നാലും ഇവിടെ ഇതുപോലെ മുന്തിരി നിറഞ്ഞു കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഉള്ള ഒരു സ്റ്റാഫ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോ ഷെജീക്കായും അമിൻഷായും ഒരു കേസ് വെള്ളമൊക്കെ വാങ്ങി ടാറ്റയൊക്കെ തന്നു പോയി. ഞങ്ങളും വണ്ടിയെടുത്ത് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള രാമക്കൽമേടിലേക്ക് പോയി. കമ്പംമെട്ട് വഴിയാണ് പോണത്. ഈ വഴിയും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി. കമ്പംമെട്ട് ജംഗ്ഷനിലുള്ള ഓട്ടോ ചേട്ടന്മാരാണ് ഈ ഹോട്ടലിനെ പറ്റി പറഞ്ഞു തന്നത്. ഈ വഴിയൊക്കെ വരാണെങ്കിൽ ധൈര്യമായിട്ട് കയറി കഴിച്ചോട്ടാ, അടിപൊളി ഭക്ഷണമാണ്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാമക്കൽമേട്ടിൽ വന്നു. വണ്ടി ഈ സൈഡിൽ ഒതുക്കിയിട്ടു. റെനിൽ ബ്രോയും ഫാമിലിയും ജീപ്പ് സഫാരിക്ക് പോയി. സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് ഇവിടെയുള്ള ഒരു കുറവൻ കുറത്തി പ്രതിമ. അതുപോലെ തന്നെ മലമുകളിൽ നിന്ന് നോക്കിയ തമിഴ്നാടും അവിടുത്തെ കൃഷിസ്ഥലങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ മാഷ്മെല്ലോ ട്രാവൽസിന്റെ വണ്ടി അവിടെ കിടക്കുന്നത് കണ്ടത്. ഇതാണ് നമ്മുടെ അത്തീക്ക്. ഇവരുടെ ആണ് ഈ വണ്ടി. 20 സീറ്റിന്റെ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. ഇവർക്ക് തന്നെ ഒരു 17 സീറ്റ് ട്രാവലറും കൂടി ഉണ്ട്. എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കോ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറ്റാടിപ്പാടത്തേക്ക് പോയി. ഇതാണ് കാറ്റാടിപ്പാടം. ഇവിടെ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ശരിക്കും ഇതൊക്കെ വന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ ഈ കാറ്റും ഈ വ്യൂ ഒക്കെ എത്ര നേരം കണ്ട് ആസ്വദിച്ചാലും മതിയാവില്ല കേട്ടോ. സമയം വൈകിട്ട് 6 മണി ആവാറായി. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ തീരാണ്. അവിടുന്ന് തിരിച്ചു പോന്നപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 11 മണിയായപ്പോഴേക്കും മഞ്ഞപ്പുറം വന്നു. അങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോരാൻ നേരത്ത് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഒരു ലോഡ് മിഠായും എനിക്കൊരു ചെറിയ ടിപ്പും തന്നു. എന്തായാലും സന്തോഷം. അത് കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. കാര്യം നമ്മൾ ഓട്ടം പോയതാണെങ്കിലും നമുക്കും ആ ട്രിപ്പ് പോയതിന്റെ അതേ ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഇതുപോലുള്ള എന്തെങ്കിലും ഓട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതിപ്പോ ഏത് വണ്ടിയായാലും നമ്മൾ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.